ഹലോ ഗൈസ്, അഖിൽ ജെയിംസിന് ഭയങ്കര എമർജൻസിയാണ് ഗൈസ്. അഖിൽ ജെയിംസിന് എന്തോ കൈക്കെന്തോ അമീബിക് ഡിസോർഡർ എന്നെല്ലാം പറയുന്നുണ്ട്. ഇൻഫെക്ഷൻ ഭയങ്കര സീരിയസ് സിറ്റുവേഷനിലാണ്. രാത്രി ലാബിട്ട് നമ്മൾ നടന്നു പോവാണ് ഗൈസ്. പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ഇതായിട്ടും പൈസ ഒന്നുമില്ല, ഹോസ്പിറ്റലിന് കൊടുക്കാൻ എൻ്റെ ഫീസില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും താഴെ കാണുന്ന ജീപ്പിൽ അയക്കാം പൈസ. അതെ അതെ അതെ, അങ്ങനെ ജീവിച്ച് വരുന്നതാണ്. ഇപ്പോൾ ഓട്ടോ പിടിക്കാൻ പോലെ പൈസയായിട്ട് 3 കിലോമീറ്റർ നടക്കുന്നുണ്ട്. എമർജൻസി കാണിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ 1 കിലോമീറ്റർ ഭയങ്കര വിഷമത്തിലാണ്, മിണ്ടുന്നില്ല, പേടിയിലാണുള്ളത്. എനിക്ക് എന്തോ പീരീഡ്സാണ് എനിക്ക് തോന്നുന്നു. എനിക്ക് എപ്പം പോയാലും അസുഖം. കോളേജിൽ ഞാൻ പറയുന്നുണ്ട് എനിക്കെന്തോ പീരീഡ്സ് ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ബാക്കി ജനറൽ കളിയാക്കുന്നില്ല, പക്ഷെ എന്നാലും അല്ലേ അതിന് കളിയാണ്. ഇവനിങ്ങനെ പെണ്ണായിട്ട് ജനിക്കേണ്ടതെന്ന് തോന്നുന്നു. പെണ്ണ് കാണുന്നത് വേറെ തിരിയായിട്ട് നിങ്ങൾ കാണുമൊന്നും വേണ്ട, നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന കുറേ ഫെമിനിസ്റ്റുകളെല്ലാം വരും. ഫെമിനിസ്റ്റ് നമ്മളൊന്നും പറയുന്നില്ല അല്ലേ? ഇല്ല, ഒരു ഓപ്പറേഷൻ പറയുന്നില്ല. ചെക്കനിപ്പോ ആസ്ഥാനത്ത് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ബാക്കി വരാൻ കഴിച്ചു. അഗി, ഇന്നവിടെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞ നീ ആവുമോ? മിണ്ടുന്നില്ല ഗൈസ്. അഗി ശരിയായ ഡിപ്രഷനിലാണ്. അഗി അഡ്മിറ്റ് ആവുമോ? അഗി പറ പ്ലീസ്. കൈ കാണിച്ചു കൊടുക്കുമെന്ന്. നമ്മൾ കോഴിക്കോടിൻ്റെ ഏതോ ഒരു മൂലക്ക് പെട്ടിരിക്കുകയാണ്. ജില്ലാ ആശുപത്രി ഉണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. ഇവിടെ ഒരു ആശുപത്രി പോയിട്ടൊരു എന്താ പറയുക, മാപ്പിലുള്ള നീ പേടിക്കണ്ട. റോബോട്ടിക് നായ നിങ്ങൾ കണ്ടിനോ? റോബോട്ടിക് നായയെ ഇപ്പോൾ കാണിച്ചു തരാം. ഒറിജിനൽ പട്ടി ഗൈസ്, ഒറിജിനൽ പട്ടി. പട്ടി നിക്ക് പട്ടി ഗൈസ്. അവർ രണ്ടാൾ എന്നെ കൂട്ടാണ്ട് പോയി ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. എവിടെയോ എത്തി ഗൈസ്. ഒരു പാർക്കെല്ലാം കാണുന്നുണ്ട്. ഒരു പാർക്ക് എവിടെയോ കോഴിക്കോടിൻ്റെ ഏതോ ഒരു സ്ഥലത്ത്. അനക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ രാത്രിക്ക് ആരെങ്കിലും വരും. അജി പൈസ നല്ല ഹൗസ്ഫെഡ് കോംപ്ലക്സ് സെക്യൂരിറ്റിയുടെ ഉറങ്ങുന്ന ഭാവം. ഗൈസ് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ഗൈസ്. 250 മീറ്റർ 3 മിനിറ്റ് കൊണ്ട് നമ്മളെത്തും. കാണുന്നുണ്ടോയെന്നറിയില്ല. അഖിൽ ജെയിംസ് ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല ഗൈസ് നമ്മളോട്. ശബ്ദമാണ്, നമുക്കൊരു സമാധാനമില്ല ഗൈസ്. ഈ അറാത്തന്നെ കുറഞ്ഞ് നമ്മൾ പറഞ്ഞത് നായിൻ്റെ മോനിക്കെല്ലാം കുറവ് കാണിക്കണോ? വൈകുന്നേരം മുതൽ രാവിലെ മുതൽ കഴിക്കുന്നുണ്ട്. അന്നേരം ഈ നായിൻ്റെ മോനി ബാണ്ടാ മതി. രാത്രി 10 മണിക്കാകുമ്പോൾ എനിക്ക് പോയി ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ പ്ലേ ഗ്രൗണ്ട് ആവുന്നു. കുറേ ആൾ കളിക്കുന്നുണ്ട് ഫുട്ബോളല്ലോ. അടുത്ത് ഈ 12 മണിക്കെല്ലാം ഫുട്ബോൾ കളിക്കുന്നവന് എന്തിനാകുമോ? ഇത് വലിയ ഹോസ്പിറ്റലാവുന്നല്ലോ. വലിയ ഹോസ്പിറ്റലാണ്. പൈസ കുറേ വേണ്ടി വരും കേട്ടോ. AC യിലാണ് കൊണ്ടുവന്നത്. ആശുപത്രി അല്ലേ? AC യിലും ഗവൺമെൻറ് ആശുപത്രി ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കയറുകയാണ് എമർജൻസിയിൽ. വാ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അഗി മിണ്ടി ഗൈസ്, ആശുപത്രി കണ്ടപ്പോൾ മിണ്ടി. ഇവിടെ ചോദിക്കാലോ. വാ, നല്ല ശകുനം. എല്ലാവരും നേരത്തെ ബസ്സിൽ പോയി, ഇപ്പോൾ ഇവിടെ പോയി, റൂമിൽ പോയി. കാല് വെച്ച പോക്കാണല്ലോ. ചോദിച്ചു ഒരാൾ ഡോക്ടറുടെ വിഭാഗത്തിലില്ല. ഡോക്ടർ കാണുമ്പോൾ OP ഒരാളെ നിൽക്കാൻ പറ്റും. അപ്പോൾ ഞാൻ OP ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഗീ മിണ്ടുന്നില്ല. സ്റ്റിൽ നമ്മളോട് മിണ്ടാണ്ട് അങ്ങോട്ട് തിരിഞ്ഞിട്ടാണുള്ളത്. ദേഷ്യമാണ്.
ഇപ്പം കുറച്ച് സമാധാനം തോന്നുന്നു. ഇപ്പോൾ കുറച്ചൊന്ന് ചിരിച്ചേ ഇവിടെ വരെ വന്നിട്ട് മിണ്ടിയിട്ടില്ല. നല്ല വൃത്തിയിൽ ഹോസ്പിറ്റലേ. കണ്ണൂർ വെച്ച് നോക്കുമ്പോൾ കോഴിക്കോട് ഹോസ്പിറ്റലിൽ അടിപൊളി ഹോസ്പിറ്റൽ ഗൈസ്, അടിപൊളി ഹോസ്പിറ്റൽ. മസ്റ്റ് വിസിറ്റ് ആണ്. എല്ലാവരും ജീവിതത്തിൽ കയറേണ്ട ഒരു സ്ഥലമാണ്. ഒരു ടിക്കറ്റ് പ്രവേശനക്ക് 50 റുപ്യാണ്. 70 റുപ്യ 20 റുപ്യ ടിക്കറ്റിനും 50 റുപ്യ എമർജൻസി ചാർജും. എന്നെ അഖിൽ ജെയിംസ് വഴക്ക് പറഞ്ഞു ഗൈസ്, ഹോസ്പിറ്റലിൽ നിന്ന് വ്ളോഗ് എടുത്തു എന്നെല്ലാം പറഞ്ഞിട്ട്. ഹോസ്പിറ്റലിലെ വൃത്തി കാണിച്ചു തരാം ഗൈസ്, വൃത്തി. അവർ പോക്കാണ്, അവർ എമർജൻസി വിഭാഗത്തിലേക്ക് പോക്കാണ്. അവര് പോയി, അവർ അങ്ങനെ ഡോക്ടറെ കണ്ടിറങ്ങി. TT അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ബ്ലഡ് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം. അഖിൽ ജെയ്സിൻ്റെ അമ്മേനെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഹോസ്പിറ്റലിന് വെളിയിലിറങ്ങി. നല്ല ടെൻഷനാണ് എനിക്ക്, എന്ത് പറയുന്ന കാര്യം. TT അടിച്ചു, ഇനി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ട്. TT അടിച്ച സ്ഥലം വേറെയാണ്. ബ്ലഡ് നമുക്ക് ആ പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് കാണിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന. പിന്നെ ഒരു സമാധാനമില്ല, അതെന്താ എനിക്ക് ടെൻഷൻ ഉണ്ട്. ക്ഷീണം പിടിച്ചല്ലേ, കുളിക്കായിട്ടാ വരിക. നമ്മൾ കെയർ ചെയ്തില്ല, അതിൻ്റെ ഇതാണ്. ഞാൻ ഇറാത്തിനോട് പറഞ്ഞു ആദ്യം അങ്ങ് പോവാം. 9 മണിക്ക് അന്നേരം വലിയ ഓഫൊക്കെ ഒന്ന് ഓനിക്ക് അന്നേരം വലിയ ലൊട്ട എന്നാ വരാകം പോയ ജസ്റ്റ് മിസ് ഓടിക്കോ. വിജയമായ സ്ഥലത്ത് നമ്മളിങ്ങനെ പോകുമ്പോൾ ഞങ്ങളൊരു പശുവിനെ കണ്ടു. പശു ഏതാണ് ആ പശു? പശുവിനെ കാണുന്നില്ല. ഇപ്പൊ കുത്തി എണീറ്റ് ഓടി വരണമായിരുന്നു. പശു 2 മണിക്കൂർ പോകാല്ലേ? 2 മണിക്കൂറൊന്നും എടുത്തിട്ടില്ലല്ലോ നമ്മള്. വിജനമായ റോഡാണ്. ഫ്രണ്ടിൽ വെട്ടമൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റാത്ത അങ്ങനെ ഒരാൾ നടന്നു. തീപ്പെട്ടിക്കും വേണ്ട, ഒരു തീക്കൊള്ളിക്കും വേണ്ട, അവനൊറ്റക്കാകും തീവണ്ടി. നേരത്തെ കണ്ട പട്ടി നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഇനി പട്ടീനെ വിശദമായി നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഇതെന്താണ് ഗൈസ്?